ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ മുന്നിലേക്ക് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. സർ, എഞ്ചിനീയറിംഗ് കോഴ്സും കോളേജും ഒക്കെ തീരുമാനിച്ചു, അതായത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കീം എഴുതി കഴിഞ്ഞിരിക്കുന്നു. കീം എഴുതി കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ തരത്തിൽ കോളേജുകൾ വയ്ക്കണമെന്ന് ഒരുവിധം ഐഡിയ ഉണ്ട്. റാങ്ക് വെച്ച് നോക്കുമ്പോൾ ചില കോളേജുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഈ കോളേജുകളെ എങ്ങനെ വിലയിരുത്തും, ഈ കോളേജുകളിൽ ഏതിൽ അഡ്മിഷൻ എടുക്കാൻ പോകും, എങ്ങനെയാണ് കോളേജുകളെ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യേണ്ടത്? സോ നിങ്ങൾ കീം എഴുതി എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുന്നതിനോടൊപ്പം മുഴുവനായും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നോക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ നോക്കി വിലയിരുത്തിയതിനു ശേഷം ആ കോളേജുമായി അപ്രോച്ച് ചെയ്ത് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് അവിടെ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. 4 വർഷം പഠിക്കേണ്ട ബിടെക് പോലൊരു കോഴ്സ് ചെയ്യേണ്ട ഒരു ക്യാമ്പസിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നമ്മളൊരു ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ, ഒരു ഫോൺ എടുക്കുമ്പോൾ എത്ര നാളെ, എത്ര റിസർച്ച്, എത്ര വീഡിയോകൾ നമ്മളിപ്പോൾ ചെലവഴിക്കുന്നു എന്ന് മനസ്സിലാക്കുക. കാരണം അത് നമ്മുടെ സന്തത സഹചാരിയാണ്. അതുപോലെ അടുത്ത 4 വർഷം നിങ്ങൾ കഴിയേണ്ട, താമസിക്കേണ്ട, നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിനേക്കാൾ ശ്രദ്ധയും ജാഗ്രതയും അതിലേറെ ഇൻട്രസ്റ്റും കാണിക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഉത്തരവാദിത്തമാണ്. രക്ഷകർത്താക്കൾ ചെയ്തു തരില്ല, ടീച്ചർമാർ പറഞ്ഞു തരില്ല. പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള സോഴ്സുകൾ കണ്ടുപിടിച്ചുകൊണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. അതിനെ സഹായിക്കാൻ ഞങ്ങളും ഇവിടെ ഉണ്ടാകും. കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ 5 ഫാക്ടറുകളിൽ ഒന്നാമതായി ഞാൻ പറയുന്നത് ആ കോളേജുകൾക്ക് നാക് അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് തന്നെ നോക്കുക. അതില്ല എങ്കിൽ NBA അക്രഡിറ്റേഷനിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അക്രഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാൽ, എവിടെയെങ്കിലും പഠിച്ചാൽ പോരാ എന്ന് പലരും പറയാറില്ലേ, അവിടെയാണ് അക്രഡിറ്റേഷന്റെ യഥാർത്ഥ പ്രാധാന്യം വരുന്നത്. നിങ്ങളൊരു കോളേജിൽ പഠിച്ചിട്ട് പിന്നീട് ഒരു ഇന്റർവ്യൂവിനോ, പിന്നീട് ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ഒരു കോഴ്സിനോ അല്ലെങ്കിൽ ഒരു ജോബിനോ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കോളേജിൽ നാക് അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കാം. കാരണം അതൊരു സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. നമ്മുടെ ഗ്ലോബലി മത്സരിക്കുന്ന മറ്റ് കോളേജുകളിൽ നിന്ന് പഠിച്ചു വരുന്നവരോടൊപ്പം നമ്മൾ മത്സരിക്കുമ്പോൾ നാക് അക്രഡിറ്റേഷൻ ഉള്ള കോളേജുകളിൽ പഠിച്ചു വരുന്നവർക്ക് ഒരു അപ്പർ ഹാൻഡ് നമ്മുടെ കോർപ്പറേറ്റ് ഫീൽഡിലായിക്കോട്ടെ, മറ്റ് പരീക്ഷകളിലായിക്കോട്ടെ സാധാരണ ഉണ്ടാകാറുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജിലെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും അവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെയും ആക്ടിവിറ്റികളും അതുപോലെ ഇപ്പോഴത്തെ എഫക്റ്റീവ്നെസ്സുമാണ്. എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും വെറുതെ പഠിച്ചു പോവുകയും 3rd ഇയറിൽ വരുമ്പോൾ ഇന്റേൺഷിപ്പുകൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുകയും 4th ഇയറിൽ വരുമ്പോൾ പ്ലേസ്മെന്റുകൾ ഇല്ലാതെ വലിയുകയും ചെയ്യുന്ന ഒരുപാട് സാഹചര്യം പല കോളേജുകളിലും ഉണ്ടാകുന്നുണ്ട്. ഇത് മാറ്റിയെടുക്കണമെങ്കിൽ അവിടുത്തെ പ്ലേസ്മെന്റ് പക്ക എഫിഷ്യന്റ് ആയിരിക്കണം. എങ്ങനെയെന്നല്ലേ, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇന്റേൺഷിപ്പ് സാധ്യതകൾ അവരിലൂടെ അറിയാൻ സാധിക്കണം. കൂടുതൽ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകണം. കൂടുതൽ പ്രോഗ്രാമിലൂടെ ഇത്തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കാൻ പറ്റണം. ചില കോളേജുകളിലെ സ്റ്റാർട്ടപ്പ് ഐഡിയകളുമായിട്ട് പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ എനിക്കറിയാം. അവർക്ക് കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എൻവിറോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക ഉൾപ്പെടെ പ്ലേസ്മെന്റ് സെല്ലുകൾക്ക് വളരെ വലിയൊരു പങ്ക് വഹിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് 4th ഇയറിലാകുമ്പോൾ പ്ലേസ്മെന്റ് കമ്പനികൾ വരും. അപ്പോൾ ഏറ്റവും മികച്ച കോളേജുകളിലേക്ക് പോകുന്നത് വഴി, ഏറ്റവും നല്ല പ്ലേസ്മെന്റ് സെല്ലുകളുള്ള കോളേജുകളിലേക്ക് പോകുന്നത് വഴി വലിയ വലിയ കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്യാനും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസിലേക്ക് നിങ്ങൾക്ക് എത്താനും സാധിക്കും എന്നത് വളരെ വലിയൊരു സത്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മാറ്റി വെച്ചാൽ മൂന്നാമതായി നിങ്ങൾ നോക്കേണ്ടത് അവിടുത്തെ ഫാക്കൽറ്റി സിസ്റ്റത്തിന്റെ ക്വാളിറ്റി തന്നെയാണ്. കാരണം എന്തെങ്കിലും വന്ന് എങ്ങനെയെങ്കിലും പഠിപ്പിച്ചു പോകുന്ന അധ്യാപകരെ അല്ല നമുക്ക് ആവശ്യം. നമുക്ക് ഒരുപാട് റിസോഴ്സുകളുണ്ട്, ChatGPT ഉണ്ട്, AI ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും നിങ്ങൾ 4 വർഷം പഠിക്കാൻ പോകുന്ന ഒരു കോളേജിന്റെ ഫാക്കൽറ്റി എൻവയോൺമെന്റ് സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ആണോ എന്ന് നോക്കുക, ഇൻഫർമേറ്റീവ് ആണോ എന്ന് നോക്കുക, അത് ക്വാളിറ്റേറ്റീവ് ആണോ എന്ന് നോക്കുക. ഇത്രയും കാര്യങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്യുമെന്ന് വെച്ചാൽ ഒരുപാട് സാധ്യതകളുണ്ട്. അവരുടെ വെബ്സൈറ്റ് ആയിക്കോട്ടെ, അവിടെ പഠിച്ചിറങ്ങിയവരായിക്കോട്ടെ, അവിടെ നിന്ന് ജോലി കിട്ടിയവരായിക്കോട്ടെ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ലാബ് ഫെസിലിറ്റി ആണ്. ലാബിൽ എത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആണ്. ഇറ്റ്സ് എ ടെക്നിക്കൽ പ്ലാറ്റ്ഫോം, ഇറ്റ്സ് എ ടെക്നിക്കൽ ഗ്രാജുവേഷൻ. സോ നിങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്നത്, ചെയ്ത് പഠിക്കാൻ പോകുന്നത് പല വിധത്തിലുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ലാസ്റ്റ് ഇയറിലെ പ്രോജക്റ്റ് എടുക്കുമ്പോഴായാലും ഫസ്റ്റ് ഇയറിലെ ലാബുകളായപ്പോഴും അവിടെ ഒരു സെൽഫ് ലേണിങ്ങിനോടൊപ്പം അവിടെ ഒരു ടെക്നിക്കൽ സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്യാണ്. CS എടുക്കുന്ന ആൾക്ക് നല്ല കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റി വേണം. സിവിൽ എടുക്കുന്ന ആൾക്ക് നല്ല ട്രാൻസ്പോർട്ടേഷൻ ലാബും നല്ല സർവേയിങ് ലാബ് ഫെസിലിറ്റിയും വേണം. ഇത്തരത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് അതിനു മുമ്പ് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നിങ്ങളൊരു ബിടെക് വെറുതെ പഠിച്ചിറങ്ങുന്നത് പോലെ അവിടെ പോയി 4 വർഷം കളഞ്ഞിട്ട് തിരിച്ചു വരേണ്ടി വരും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കോളേജുകളിൽ പോയി പഠിക്കുന്നതിന് പകരം കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ എൻവയോൺമെന്റുമുള്ള സാധ്യതകളുള്ള നല്ല നല്ല ക്യാമ്പസുകളിലേക്ക് പോയി എക്സ്പ്ലോർ ചെയ്തുകൊണ്ട്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട്
എക്സ്പീരിമെന്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ ബിടെക് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങളെ സംബന്ധിച്ച് വളരെ ആനന്ദകരവും അതിലേറെ പാഷനേറ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും. ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് CET-യിൽ നിന്ന് തന്നെ ഇപ്പോഴിതാ നമ്മുടെ റോയൽ എൻഫീൽഡിൽ പ്ലേസ്ഡ് ആയ ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു എൻവറോൺമെന്റും ഇൻഫ്രാസ്ട്രക്ചർ എന്നും പറയുന്നത് മെക്കാനിക്കൽ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള കോമ്പറ്റീഷൻസും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ പല നെറ്റ്വർക്കിങ്ങും ആ കോളേജിനകത്ത് തന്നെ 9 to 9 രാത്രി 9 മണി വരെ നീണ്ടു നിൽക്കുന്ന ലാബ് ഫെസിലിറ്റിയും ലൈബ്രറി ഫെസിലിറ്റിയും ഒക്കെയുള്ള ഒരു 12 hour ലൈവ്ലി ആയിട്ടുള്ള ക്യാമ്പസ് ആണ്. അപ്പോൾ സാധാരണ ഒരു കോളേജിൽ 9 to 5 പോയി പഠിച്ചു വരുന്ന എക്സ്പ്ലോഷർ ആയിരിക്കില്ല CET പോലൊരു ക്യാമ്പസിൽ 9 to 9 നിങ്ങൾ ആ കോളേജിൽ തന്നെ ജീവിച്ച് പഠിക്കുമ്പോൾ ലഭിക്കുന്നത്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ച ആ വ്യത്യാസം. അപ്പോൾ എന്തായാലും ഈ 5 കാര്യങ്ങൾ ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം ലിങ്ക് വഴി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ക്ലാരിഫൈ ചെയ്യാൻ മടിക്കേണ്ട. ഇതെല്ലാം ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് വളരെ വലിയ ആവശ്യമാണ്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. ടാറ്റ.